പ്രൈസ് ദി ലോർഡ്. കർത്താവപ്പച്ചൻ നമ്മളെ കാത്തുപരിപാലിക്കുന്ന നല്ല കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മെ വലം കൈക്ക് പിടിച്ച് നടത്തുന്ന നമ്മുടെ അപ്പച്ചൻ നമ്മളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അഭിഷക്തനായ കോരേശ് അഭിഷക്തനാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്ന സുപ്രധാനമായിട്ടുള്ള ദൗത്യം നിർവഹിക്കുന്നതിനായി നിയോഗിച്ച വ്യക്തിയായിരുന്നു ഈ കോരേശ്. അതായത് 2 നൂറ്റാണ്ടോളം നിലനിന്ന പേർഷ്യൻ സാമ്രാജ്യം സ്ഥാപിച്ചത് കോരേശാണ്. ഹല്ലേലൂയ. 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ അവൻ്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. പ്രിയ മക്കളെ നോക്കൂ, നമ്മുടെ വലങ്കൈ പിടിച്ചത് നമ്മുടെ കർത്താപ്പച്ചനാണെങ്കിൽ അവരുടെ വാതിലുകൾ അടയുവാനും അപ്പച്ചൻ ആരെയും അനുവദിക്കില്ല. ഹല്ലേലൂയ. ഒരു വ്യക്തിക്ക് സുരക്ഷിതമായി കടന്നു പോകുവാൻ ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. സങ്കീർത്തനം 107-16 പറയുന്നുണ്ട്, അവൻ താമ്ര കതകുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ മുറിച്ചു കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ 7 മുതലുള്ള വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, ദൂതൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് ദൂതൻ അവന് മുമ്പായി പോകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, നമുക്ക് മുമ്പായി പോകുന്നത്, അതായത് ദൂതനാണെങ്കിൽ നാം പുറകെ പോയാൽ മതി. ഹല്ലേലൂയ. ഇവിടെ ഒന്നും അറിയാതെയാ, ഒരു ദർശനം കാണുന്നത് പോലെയാ പത്രോസ് ദൂതന്റെ പുറകെ പോകുന്നത്. പ്രിയ മക്കളെ, ഹല്ലേലൂയ. നോക്കൂ, ദൂതനാ മുമ്പേ പോകുന്നെങ്കിൽ ഏതു രീതിയിലുള്ള വാതിലുകളാണെങ്കിലും ഏത് പ്രയാസമേറിയ വഴിയാണെങ്കിലും എങ്ങനെയൊക്കെ പൂട്ടിയിട്ടതാണെങ്കിലും എന്താ സ്വതവേ തുറന്നു ലഭിക്കുന്നതായിട്ട് ആ വാതിലുകളൊക്കെ ഹല്ലേലൂയ നമുക്ക് തന്നെ തുറന്നു തന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനം 123-2-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ, ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയെങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയ മക്കളെ നോക്കൂ, നമ്മിൽ കണ്ണു പതിക്കുന്ന വ്യക്തി നമ്മുടെ ദൈവമാണെങ്കിൽ നാം ഒരിക്കലും കൈവിട്ടു പോകുകയില്ല. ഹല്ലേലൂയ. നാമും ഹല്ലേലൂയ കർത്താപ്പച്ചില്ല കണ്ണു പതിച്ച് നടക്കുന്നത് എങ്കിൽ യേശുവിലുള്ള നോട്ടത്തിലാണെങ്കിൽ ഹല്ലേലൂയ നമ്മെ കൈവിടത്തില്ല, നമ്മൾ വീണു പോകാൻ അനുവദിക്കില്ല. പക്ഷേ നമ്മുടെ നോട്ടം ഹല്ലേലൂയ കൈവിട്ടു പോയെങ്കിൽ, അപ്പനിൽ നിന്ന് മാറിപ്പോയെങ്കിൽ അവിടെ തകർച്ചയാ. നമുക്കറിയാമല്ലോ ഹല്ലേലൂയ, ആ കടലിൻ മീതെ നടക്കുന്ന ഹല്ലേലൂയ പത്രോസ് പൗലോസ് ആര് തന്നെ ആവട്ടെ, ഹല്ലേലൂയ ഏത് ശിഷ്യന്മാരുമാകട്ടെ, ആര് നമ്മെ ഹല്ലേലൂയ കർത്താപ്പച്ചനോട് കൂടെ നടക്കുന്ന ആരുമാകട്ടെ, ഹല്ലേലൂയ അപ്പനിൽ നിന്ന് കണ്ണു മാറി ഹല്ലേലൂയ വസ്തുക്കളിലേക്കോ വെള്ളത്തിലേക്കോ ഹല്ലേലൂയ തിരമാലയിലേക്കോ മറ്റുള്ള ഹല്ലേലൂയ നമ്മുടെ കണ്ണ് ഹല്ലേലൂയ പതിപ്പിക്കുന്ന മറ്റു യേശുപ്പച്ചനിൽ നിന്ന് വിട്ടുമാറിയതാണെങ്കിൽ ഹല്ലേലൂയ അവിടെ നമ്മൾ വീണു പോകും. പ്രിയ മക്കളെ, ആ വെള്ളത്തിൽ നമ്മൾ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ കർത്താപ്പച്ചനിലാണോ നമ്മൾ ഹല്ലേലൂയ എവിടെ നിന്നാലും കണ്ണ് പതിപ്പിച്ചിരിക്കുന്നെങ്കിൽ അവിടെ വലങ്കൈ പിടിച്ചിരിക്കുന്ന അപ്പച്ചൻ കൂടെ നിൽക്കുക. നമ്മളെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മളെ കയറ്റുന്ന അപ്പച്ചൻ ഹല്ലേലൂയ ഉറപ്പുള്ള പാറമേൽ നമ്മളെ നിർത്തുകയാ ചെയ്യുന്നത്. ആ അപ്പച്ചനിൽ നിന്ന് നമ്മുടെ നോട്ടം ഒരിക്കലും മാറിപ്പോകല്ലേ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നമ്മുടെ അപ്പച്ചൻ നാം ഒരു ദൈവ പൈതൽ ലജ്ജിക്കുവാൻ
ഒരിക്കലും അനുവദിക്കുകയില്ല. പ്രിയ മക്കളെ, നമ്മുടെ നോട്ടം അപ്പനിൽ തന്നെ ആയിരിക്കണം. ഹല്ലേലൂയ. ഇന്നെന്താണ് ഈ ലോകത്തിലോട്ട് നമ്മൾ കണ്ണോടിച്ചു നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന് ഇമ്പമായ പലതും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ലോക ഇച്ഛകളിൽ നമ്മുടെ കണ്ണ് പതിപ്പിക്കുവാൻ പാടില്ല. ഹല്ലേലൂയ. ദൈവത്തിൽ തന്നെ ആയിരിക്കണം നമ്മുടെ നോട്ടം മുഴുവൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ. നമ്മെ തെറ്റിദ്ധരിപ്പിക്കുവാൻ, നമ്മെ കർത്താവിൽ നിന്ന് മാറ്റി മറിക്കുവാൻ പലതും കടന്നു വരാം. ഹല്ലേലൂയ. ശത്രുവാകുന്ന പിശാച് നമ്മെ വീഴിക്കുവാൻ വേണ്ടി പല തന്ത്രങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. പക്ഷേ പ്രിയ മക്കളെ, നമ്മൾ അപ്പനിൽ നിന്ന് മാറിപ്പോവല്ലേ. അപ്പനിൽ വിശ്വാസം ഉറപ്പിച്ച് നാം നിൽക്കണം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3:8 കാണാൻ കഴിയുന്നുണ്ട്, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. പ്രിയ മക്കളെ, നോക്കൂ, നമ്മുടെ അപ്പനാണോ നമുക്ക് വാതിൽ തുറന്നു തന്നതെങ്കിൽ ആരൊക്കെ ഏതെല്ലാം രീതിയില് എന്തെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞാലും, ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്താലും അതൊരിക്കലും ഹല്ലേലൂയ അത് സാധിക്കുകയില്ല, അത് അടയ്ക്കുവാൻ പറ്റുകയില്ല. കാരണം എന്താ? നമ്മുടെ അപ്പച്ചനാ നമുക്ക് വാതിൽ തുറന്നു തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാ നമുക്ക് ഹല്ലേലൂയ വാതിൽ തുറന്നു തന്നത്. ഹല്ലേലൂയ. അധികാരമുള്ള, അതായത് വാക്കിലും പ്രവൃത്തിയിലും. നോക്കൂ, ലാസറേ നീ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ കല്ലറ തുറന്നു വന്നവൻ. ഹല്ലേലൂയ. സക്കായിയെ നീ വേഗം ഇറങ്ങി വാ എന്ന് പറഞ്ഞപ്പോൾ വാക്ക് കേട്ടനുസരിച്ചവൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ അപ്പൻ വാതിൽ ഹല്ലേലൂയ തുറന്നു തരുന്നതാ, അത് അടച്ചു കളയുന്ന വ്യക്തിയല്ല. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന അപ്പച്ചനാ നമ്മുടെ അപ്പച്ചൻ. ഈ ദിവസങ്ങളിൽ ഉറപ്പോടെ നമുക്ക് അപ്പനെ വിളിച്ചപേക്ഷിക്കാം. കർത്താവേ, എൻ്റെ ഈ വിഷയത്തിന് എനിക്ക് മറുപടി തരണമേ എന്ന് പറഞ്ഞ് അപ്പന്റെ സന്നിധി നമ്മൾ മുഴങ്കാൽ മടക്കുകയാണെങ്കിൽ, കർത്താപ്പച്ചൊന്ന് വായി തുറന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വിഷയത്തിന് മറുപടിയായി തീർന്നു. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 11-ാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, സ്നേഹിതന് വേണ്ടി അപ്പം വായ്പ വാങ്ങുവാൻ പോകുന്ന വ്യക്തിയെ. ഹല്ലേലൂയ. 11:8 കാണാം, അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം. പ്രിയ ദൈവമക്കളെ, എത്ര മുട്ടിയാലും ഒരു കുഴപ്പവുമില്ല എന്ന് ആ വ്യക്തിക്ക് തോന്നുന്നത് കൊണ്ടാ മുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ അപ്പച്ചന്റെ സന്നിധി നമുക്ക് മുട്ടാം. ഹല്ലേലൂയ. ലജ്ജ കൂടാതെ മുട്ടാം. നമ്മുടെ ഹല്ലേലൂയ വാതിൽ തുറന്നു തരുന്ന നമ്മുടെ അപ്പച്ചൻ, നമ്മുടെ വാതിലിന്റെ ആ ഹല്ലേലൂയ ശബ്ദം കേട്ട് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന അപ്പൻ ഇന്നും നമ്മുടെ ഹല്ലേലൂയ കാര്യങ്ങൾ പ്രവർത്തിച്ച് നമുക്ക് അത്ഭുതം ചെയ്തു തരും. ഹല്ലേലൂയ. നോക്കൂ, കതക് തുറന്നാൽ അവൻ അപ്പം കിട്ടുമെന്നുള്ള ഉറപ്പ് ആ വ്യക്തിക്കുണ്ട്. അതുകൊണ്ടാ മുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ അപ്പന്റെ സന്നിധിയിൽ മുട്ടിക്കൊണ്ടിരിക്കാം. നമുക്ക് വേണ്ടി വാതിൽ തുറന്നു തരുന്ന അപ്പൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അപ്പൻ വാതിൽ തുറന്നാൽ നമുക്ക് വിടുതലാ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അതുകൊണ്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 4:16 പറയുന്നുണ്ട്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് ഹല്ലേലൂയ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഈ ദിവസങ്ങളിൽ ധൈര്യത്തോടെ അപ്പന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി വാതിലുകൾ തുറന്നു തരുന്ന അപ്പൻ, വലം കൈ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന അപ്പന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ അപ്പന്റെ സന്നിധി വെക്കാം. പ്രിയ മക്കളെ, നമുക്ക് വേണ്ടി ഹല്ലേലൂയ അത്ഭുതം ചെയ്യുന്ന അപ്പൻ, വാതിൽ തുറന്നു തരുന്ന അപ്പൻ, ഹല്ലേലൂയ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവേ, ഏത് വിഷയത്തിന്മേൽ അപ്പന്റെ സന്നിധി ഹല്ലേലൂയ മുഴങ്കാൽ മടക്കിയിരിക്കുന്ന വ്യക്തി ജീവിതം ഏതെല്ലാം വിഷയത്തിന്മേലാണോ അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി നന്ദിയോട് സ്തോത്രം. അപ്പനാണ് ഉള്ള അവസ്ഥകൾ അറിയുന്നത്. കർത്താപ്പച്ച വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ കർത്താപ്പച്ച സഹായിക്കണമേ, അത്ഭുതം ചെയ്യണമേ. അവരുടെ വലം കൈക്ക് പിടിച്ചവരെ എഴുന്നേൽപ്പിക്കണം അപ്പ. ഹല്ലേലൂയ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവിക പ്രവൃത്തി. ഹല്ലേലൂയ. ഇന്ന് ഓരോ മക്കളുടെ വിഷയത്തിലും കാണുവാൻ ദൈവം സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. വചനത്തിന്റെ മുമ്പാകെ ഓരോ മക്കളും സമർപ്പിക്കുമ്പോൾ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി കാണുവാൻ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എല്ലാ മക്കളെയും ഏൽപ്പിക്കുക. അപ്പ അത്ഭുത
അത്ഭുതം ചെയ്യണമേ അപ്പ, സഹായിക്കണമേ, കണ്ണുനീരൊപ്പണമേ അപ്പ. ഹല്ലേലൂയ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഓരോ മക്കളെ സഹായിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.